ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടോ. ഇന്നത്തെ ചിന്തയ്ക്കായി ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: യഹോവയായ ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു എന്ന് നിങ്ങൾ പാർക്കുന്ന ദേശത്തുള്ള അമോര്യരുടെ ദേവന്മാരെ ഭജിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചു, നിങ്ങളോ എൻ്റെ വാക്ക് കേട്ടില്ല. സർവകൃപാലയ കർത്താവ് കൽപ്പിച്ച വാക്ക് അവർ കേൾക്കാനിടയായി തീർന്നില്ല. നിങ്ങൾ ചെന്ന് പാർക്കുന്ന ദേശം, ദൈവം നിങ്ങൾക്ക് അവകാശമായി തരാമെന്ന് പറഞ്ഞ ദേശം അവൻ അവർക്ക് കൊടുത്തപ്പോൾ ആ ദേശത്ത് ചെല്ലുന്നതിന് മുമ്പ് ദൈവം അവരുമായിട്ടൊരു ഉടമ്പടി വെച്ചു. നിങ്ങൾ ചെല്ലുന്ന ദേശത്ത് യാദികളുടെ ദൈവത്തെ ഒരിക്കലും നിങ്ങൾ സേവിക്കരുത്. ആ വാക്ക് അവർ കേട്ടില്ല. അവർ ആ വാക്ക് കേൾക്കാതെ ദൈവത്തിൽ നിന്നും അവർ ചെന്ന ദേശത്തെ അന്യദേവന്മാരെ അവർ ഭജിക്കാൻ തുടങ്ങി. അവരങ്ങനെ ഭജിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം അവരെ കൈവിട്ട് കളഞ്ഞു. അവൻ 7 സംവത്സരത്തേക്ക് ദൈവം ഇസ്രായേൽ മക്കളെ കൈവിട്ടു. ഹല്ലേലൂയ. അവൻ ദൈവം ഇസ്രായേൽ മക്കളെ നടത്തിയ വിധങ്ങളും അവരെ പരിപാലിച്ച വിധങ്ങളുമൊക്കെ ഓർത്തിരുന്നെങ്കിൽ അവർ ഒരിക്കലും ദൈവത്തിൻ്റെ വാക്ക് ധിക്കരിക്കുകയില്ലായിരുന്നു. മിസ്രയീമിൽ നിന്നുള്ള വിടുതലും ചെങ്കടൽ കടന്നുള്ള യാത്രയും മരുഭൂമിയിൽ അവരെ പോറ്റി പുലർത്തിയതും ആമേൻ ഒരു നേരം പട്ടിണിയില്ലാതെ ആമേൻ ഹല്ലേലൂയ ശ്രേഷ്ഠമായ ഭോജനങ്ങളൊക്കെ കൊടുത്ത് സ്വർഗത്തിൻ്റെ ദൈവം ശ്രേഷ്ഠമായിട്ട് തൻ്റെ ജനത്തെ പരിപാലിച്ച വിധങ്ങളെ അവർ പലപ്പോഴും മറന്നുപോയവരാ. ഇത് തന്നെയാണ് നമ്മുടെ അവസ്ഥ. പലപ്പോഴും ദൈവം ചെയ്ത ഉപകാരങ്ങളെയൊക്കെ മറന്നോ നാം ദൈവസന്നിധി വിട്ട് ഓടി മാറുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം നാം പലപ്പോഴും നന്ദിയില്ലാത്തവരായി തോന്നുന്നു. ദൈവത്തെ അനുസരിക്കാത്തവരും ദൈവഭയമില്ലാത്തവരും ദൈവത്തിൻ്റെ വാക്കുകളെ ലംഘിക്കുന്നവരുമായി തീർന്നത് കൊണ്ട് സ്വർഗത്തിലെ ദൈവം അവർ 7 സംവത്സരം മിഥ്യാന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാനിടയായി തുറന്നു. അവരുടെ ജീവിതമാകപ്പാട് നിരാശപ്പെട്ട് അതേ ഭക്ഷിക്കുവാൻ കഴിയാതെ ആടുമാടുകളും ഒട്ടകങ്ങളും ഒന്നുമില്ല, സകലത് മിഥ്യാനരാൽ തകർക്കപ്പെട്ട അവസ്ഥയിലേക്ക് ഇസ്രായേൽ മക്കൾ മാറാനിടയായി തുറന്നു. ആമേൻ ഹല്ലേലൂയ. ആ അവസ്ഥയിൽ കിടന്ന് ഇസ്രായേൽ മക്കൾ ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. ദൈവമേ, ഞങ്ങൾ അവിവേകമാകുന്നു, ഞങ്ങളോട് പൊറുക്കണമേ എന്ന് പറഞ്ഞ് അവർ നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ ഇസ്രായേൽ മക്കളുടെ നിലവിളിയുടെ മുമ്പിൽ ദൈവം ഒരു പ്രവാചകന് അവരുടെ മുമ്പിൽ കൈക്കുവാൻ തക്കൊണ്ട് പിടിയായി തുറന്നു. അത് ആമയെ മുന്തിരിച്ചക്കൻ്റെ അരിയിൽ വെച്ചോ മെതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗിദിയോനെ ദൈവം കണ്ടു. ആമേൻ ദൈവം ഗിദിയോനെ വിളിച്ചോ അത് വേർതിരിച്ചിട്ടോ ഗിദിയോനോട് പറഞ്ഞു, ആമേൻ ഇസ്രായേൽ മക്കളോ മിഥ്യാന്റെ കരങ്ങളിൽ നിന്നും നീ വീണ്ടെടുക്കേണ്ടതിന് നീ പുറപ്പെടുക എന്ന് പറഞ്ഞപ്പോൾ അത് ആമേൻ ഗിദിയോൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ മനുഷ്യഗോത്രത്തിലോ ഏറ്റവും ചെറിയവനാ, എന്നെക്കൊണ്ട് ഒന്നിനും കഴിവില്ലാത്തവനാ, എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞു. പലതും പറഞ്ഞു. ആമേൻ ഗിദിയോൻ ഒഴിഞ്ഞു മാറാൻ നോക്കി. ആമേൻ സ്വർഗത്തിലെ ദൈവം ആമേൻ ഗിദിയോനോട് പറഞ്ഞു, നീ ഈ ബലത്തോടുകൂടെ പോവുക. അത് ദൈവത്തിൻ്റെ ബലം ധരിപ്പിച്ച് സ്വർഗത്തിലെ ദൈവം ഗിദിയോനെ അയച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ആമേൻ ഈ നിമിഷത്തിൽ ദൈവമക്കൾ ഓർക്കുക, നമ്മുടെ ദൈവം നമ്മളെ ഒരിടത്ത് അയക്കുമ്പോൾ അവനൊരു സാധാരണ നിലവാരത്തിലല്ല നമ്മളെ അയക്കുന്നത്. അവൻ്റെ ശക്തിയും ബലവും ഒക്കെ നമ്മിൽ പകർന്നിട്ടാണ് ദൈവം നമ്മളെ അയക്കുന്നത്. ഒന്ന്, ഇസ്രായേൽ മക്കളെ വീണ്ടെടുക്കണമെങ്കിൽ അവൻ്റെ മേൽ ഒരു ദൈവശക്തി ഉണ്ടായിരിക്കണം. അവൻ ഈ പാപത്തിൽ നിന്ന് അവരെ കരകയറ്റി എടുക്കണമെങ്കിൽ അവർക്ക് ദൈവശക്തി ഉണ്ടാകണം. അന്യ ആരാധനയിൽ നിന്നും അവരെ വിടുവിച്ചെടുക്കണമെങ്കിൽ അവൻ ഗിദിയോൻ്റെ കയ്യിൽ ഒരു പവർഫുൾ മിനിസ്ട്രി ഉണ്ടായിരിക്കണം. ദൈവം അത് അവനെ ഏൽപ്പിച്ചു. ഒരു പവർഫുൾ മിനിസ്ട്രിയോടുകൂടെ ദൈവം ഗിദിയോനെ അയച്ചു. അതേ ആമയെ മിഥ്യാന്റെ കരങ്ങളിൽ നിന്നും അതേ തൻ്റെ ജനത്തെ വിടുവിച്ചെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഗിദിയോനെ അഭിഷേകത്തോട് അത് അയച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ സമയം ഞങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമേൻ ഗിദിയോനെ ബലപ്പെടുത്തിയ ദൈവത്തിൻ്റെ ദൂതനോട് ഗിദിയോൻ പറഞ്ഞു, ആമേൻ നീ ഇവിടെ വിട്ടു പോകരുത്, ആമേൻ ഇവിടെ നിൽക്കുക, ഞാൻ പോയി നിനക്ക് ആമേൻ യാഗത്തിനുള്ള
അതേ ആമേൻ കാഴ്ച കൊണ്ടുവരാമെന്ന് പറഞ്ഞു ഗിദിയോൻ ഓടിച്ചെന്ന് ആമേൻ ആളൊരു കൊട്ടയിൽ മാംസവും ആമേൻ ആളൊരു പാത്രത്തിൽ ആമേൻ ആളിലെ ചാറും ആമേൻ ഒരു കൊട്ടയിൽ പുളിപ്പില്ലാത്ത വടയും എടുത്തോണ്ട് ആമേൻ ദൈവദൂതൻ്റെ അരികിൽ വന്നു. അവൻ നേരെ കരിവേലത്തിന് കീഴിൽ വെച്ചു. ദൈവമക്കളെ, ഒരിക്കൽ നമ്മളെ കരിവേലകം വിട്ട കരിവേലത്തിൽ നിന്ന് വേർതിരിച്ചെടുത്ത സ്വർഗത്തിൽ നിന്ന് നമ്മളെ വിളിച്ച് വേർതിരിച്ചതാ. ആമേൻ നാം വീണ്ടും ഒരിക്കലും ഈ കരിവേലത്തിലേക്ക് പോകാനല്ല, ഈ കരിവേലത്തിലേക്ക് നോക്കാനല്ല. നാം കരിവേലത്തോട് ഗുഡ് ബൈ പറഞ്ഞവരാ. ഇനി ഒരിക്കലും കരിവേലത്തിൽ നാം യാഗം കഴിക്കരുത്. അത് ദൈവത്തിൻ്റെ ദൂതൻ ഗിദിയോനോട് പറഞ്ഞു, നീ പാറമേൽ വസ്തുവൊക്കെ അർപ്പിക്കുക. ദൈവത്തിൻ്റെ പ്രവൃത്തി പാറമേൽ വെളിപ്പെടും. പാറ സമം ക്രിസ്തു. ക്രിസ്തു ആകുന്ന പാറമേൽ ആര് യാഗം കഴിക്കുന്നുവോ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കരിവേലത്തിന് യാഗം കഴിച്ചിട്ടോ ഒരു മറുപടി മറുപടി കിട്ടിയില്ലെങ്കിൽ ഇന്ന് ആമേൻ ഈ നിമിഷം ഞങ്ങളെ കേൾക്കുന്ന ഈ നിമിഷം ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, ആമേൻ നീ മാറി ഒന്ന് ചിന്തിക്കുക. ആമേൻ നീ കരിവേലകം വിട്ട നീ പാറമേൽ നീ യാഗം കഴിക്കുമ്പോൾ ആ പാറമേൽ ദൈവത്തിൻ്റെ തീ നിശ്ചയമായിട്ട് ഇറങ്ങും. അവൻ തൻ്റെ ആമേൻ മാംസം അത് തൻ്റെ ജഡത്തെ കാണിക്കുന്നു. താനത് ആമേ പാറമേൽ അർപ്പിച്ചു. അത് ആമേൻ കിണ്ണത്തിലെ ആമേൻ ആലില്ല ചാറോ അത് തൻ്റെ കണ്ണുനീര് കാണിക്കുന്നു. കൊട്ടയിലെ മാംസം ആമേൻ ഇന്ന് രാത്രിയിലോ അത് തൻ്റെ ആമേൻ ഹൃദയത്തിൻ്റെ അവസ്ഥ കാണിക്കുന്നു. അത് പുളിപ്പില്ലാത്ത അവസ്ഥയാണ്. ആ അവസ്ഥയോട് യാഗം കഴിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ ഇടയായി തുറന്നു. അങ്ങനെ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഈ പാറമേൽ ഒന്ന് സമർപ്പിക്കട്ടോ. ഈ പാറമേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരുവാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് നമ്മളെ ആമേൻ ഇന്ന് ഈ നിമിഷം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ ഇടയായി തരും. ആമേൻ ദൈവത്തിൻ്റെ ദൂതൻ്റെ വടിയുടെ അഗ്രം നീട്ടി അവിടെ തീ ഇറങ്ങി ദൈവത്തിൻ്റെ ഇന്ന് പകൽക്കാലം ആ യാഗത്തിൽ ആ ദൈവം തീ ഇറക്കിയത് വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ സ്വർഗത്തിലെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ കൊണ്ട് ഇടയായി തരും. നമുക്ക് ദൈവസന്നിധിയിൽ കണ്ണുകൾ ഇടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഇന്ന് ആമേൻ വലിയ സമയം ഞങ്ങളെങ്ങോട്ട് കരങ്ങൾ ഏൽപ്പിക്കുന്നു. ആമേൻ ഗിദിയോൻ ഏൽപ്പിച്ചു കൊടുത്തു. അതേ ആമേൻ ഇസ്രായേൽ മക്കൾ പറയുക, അവർ യഹോവയ്ക്ക് പിന്നെയും ആമേൻ അനിഷ്ടമുള്ളത് ചെയ്തു, അവരോ അവൻ്റെ വാക്ക് കേട്ടില്ല. എന്നാൽ ആമേൻ ഈ നിമിഷം നമ്മൾ അവൻ്റെ വാക്ക് കേട്ട അനുസരണയുള്ള ദൈവമക്കളായി തീരുന്നെങ്കിൽ നിശ്ചയമായും സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിപ്പാൻ അതിശക്തനാണ്. അതുകൊണ്ട് ആമേൻ ദൈവകരങ്ങളിലേക്ക് ആമേൻ ഈ നിമിഷം നമുക്ക് ഏൽപ്പിക്കാം. ഞങ്ങളെ കേൾക്കുന്ന എല്ലാ കേൾവിക്കാരും ഈ ദൈവജന നിമിത്തം നിങ്ങൾ എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമാറാകണം. തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കാൻ സഹായിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.